അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് മിസ്സിനറിയാം. കാരണം വെക്കേഷൻ ടൈമാണ് അല്ലേ. അപ്പോൾ വെക്കേഷനൊക്കെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ മക്കളെ മിസ്സ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. ഇതൊക്കെ ഇപ്പോഴേ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതും വലിയ റിസ്ക് ഇല്ലാത്ത 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മിസ് 2 ഹാൻഡ് റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ഹാൻഡ് റൈറ്റിംഗ് ആണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്? ഏതാണ്? എ ആണോ ബി ആണോ? എൻ്റെ മക്കൾ പറയുന്നുണ്ടായിരിക്കും ബി ആണ് മിസ്സേ അല്ലേ, ബി ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് വായിക്കാനും തോന്നുന്നുണ്ട് അല്ലേ. പക്ഷേ എ നോക്കിക്കേ അല്ലേ, ഒരു ഭംഗിയില്ല, തീരെ വൃത്തിയില്ലാതെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഹാൻഡ് റൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ബി ആണ്. അപ്പോൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് മക്കൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു റഫ് ബുക്കിൽ വെറുതെ എഴുതാം. നന്നായിട്ട് എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ബുക്സ് വാങ്ങാം. 2 വര കോപ്പി ഉണ്ട്, 4 വര കോപ്പി ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു LP ക്ലാസ്സിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോ എക്സാംസിനും, ഇനി വലിയ ക്ലാസ് ആവേണ്ട, നിങ്ങളിപ്പോൾ പഠിക്കുന്ന LP ക്ലാസ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോ എക്സാംസിലും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതിലൊരു ഫാക്ടറാണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം വായിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ തന്നെ വാങ്ങിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചാപ്റ്റേഴ്സ് ഇരുന്ന് വായിക്കാനും പഠിക്കാനും ഒന്നുമല്ല മിസ്സ് പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വെറുതെ വായിച്ചു നോക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ വായനാശീലം കൂട്ടാൻ വേണ്ടി കാരണമാവും. അതുകൂടാതെ തന്നെ നമ്മുടെ വെക്കേഷൻ ടൈമിൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഹോബിയാണ് TV ആണ് അല്ലേ. അപ്പോൾ TV കാണുന്ന സമയത്ത് TV ഇടയ്ക്ക് ആഡും കാര്യങ്ങളും പരസ്യങ്ങൾ വരാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ന്യൂസൊക്കെ കാണുന്ന മക്കളാണെങ്കിൽ ന്യൂസിലെ ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ഈ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ പരസ്യത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. മലയാളത്തിലായി കഴിഞ്ഞാലും ഇംഗ്ലീഷിലായി കഴിഞ്ഞാലും ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യും, ഒന്ന് വായിക്കുക, വെറുതെ ഉറക്കെ വായിക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഈസി ആയിട്ട് വായിക്കാനും പറ്റും, നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് കൂട്ടാനും പറ്റും. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുക, ഇനി എന്തെങ്കിലും കഥാപുസ്തകങ്ങളും ബാലഭൂമിയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറി ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. അപ്പോൾ ഈ പ്രായത്തിൽ നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൂടുതൽ സമയമൊന്നും കളയാതെ നിങ്ങൾക്ക് വേഗം വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫുഡ് കറക്റ്റ് ആക്കുക. അപ്പോൾ ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോവുമായിരിക്കും, അല്ലെങ്കിൽ TV ആണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി മറന്നു പോകും അല്ലേ. ഇപ്പോൾ കളിക്കുന്ന ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുഡ് കൃത്യസമയത്ത് തന്നെ കഴിക്കണം. അതും വീട്ടിലുണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക. അതുകൂടാതെ തന്നെ വളരെ സേഫ് ആയിട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യമാണ് സേഫ്റ്റി മുഖ്യമാണ് അല്ലേ. അപ്പോൾ സേഫായിട്ട് ഇരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന മക്കളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റോഡിലൂടെ സൈക്കിളൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ എതിർവശത്തൂടെ വാഹനമൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വളരെ സേഫായിട്ടിരിക്കുക. അതുകൂടാതെ തന്നെ കുറേ അസുഖങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, കുറേ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. അതായത് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കൈയൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ദിവസം കുളിക്കുക, പല്ല് തേക്കുക, നഖം വെട്ടുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങളെല്ലാവരും
ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമേ മിസ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നല്ല ഹാൻഡ് റൈറ്റിംഗ്, റീഡിംഗ് ഹാബിറ്റ് നന്നായിട്ട് കൂട്ടുക. അതുകൂടാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ. ടാറ്റാ ബൈ ബൈ.